നമ്മൾ എത്ര കസ്റ്റമേഴ്സിനെ ടോട്ടലി നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ടോ? ഓവർ ദി ഇയേഴ്സ് 25,000+ കസ്റ്റമേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 25,000. ഞങ്ങളുടെ ഇന്റേണൽ ഡാറ്റാബേസിൽ നമുക്ക് അതിൽ കൂടുതൽ 25,000 ആളുകൾക്ക് നിങ്ങൾ ലോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവും? നമ്മൾ മന്ത്ലി ഒരു 80 to 100 ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നുണ്ടാവും. എമൗണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ പല വലിയ മേജർ കോർപ്പറേറ്റ്സിൻ്റെ ടേൺ ഓവർ നമ്മൾ ശരിക്കും ചെയ്തിട്ടുണ്ടോ? ടേൺ ഓവർ ബേസിൽ നോക്കുമ്പോൾ നമ്മുടെ ടേൺ ഓവറിൽ അത് വരില്ലല്ലോ, കാരണം നമ്മളത് ബാങ്ക് ത്രൂ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറാണ്. അപ്പം തീർച്ചയായിട്ടും അവരുടെ ടേൺ ഓവറിലാണ് വരുന്നത്. പക്ഷേ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും തീർച്ചയായിട്ടും. ഈ 25,000 ആളുകളെ സർവീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൊരു 90% ആളുകൾ ബിസിനസ്സുകാരാണ്. അപ്പോൾ നിങ്ങൾ ത്രൂ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അതായത് നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർ ഇപ്പം വളരെ വലിയ ബിസിനസ്സുകാരായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പല സ്റ്റേജസിലും പല എക്സ്പാൻഷൻ സ്റ്റേജസിലും നമ്മൾ അവർക്ക് ലോൺ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അവർ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് തുടരുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഒരു 20 വർഷത്തിലതിലത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു ലോങ് ടൈം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഓതൻറ്റിസിറ്റിയും അതുണ്ടാക്കുന്ന ഒരു ട്രസ്റ്റും ഭയങ്കര വലുതാണ്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഫെമിലിയർ ആയത് കാരണം എല്ലാവർക്കും ഈസിലി, പണ്ട് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം, ഇപ്പോൾ ആദ്യം ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക. ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി ഫോൺ ഇങ്ങനെ പിടിച്ച് ആർക്കും എന്ത് ബിസിനസ്സും തുടങ്ങാമെന്ന്. ആ സാഹചര്യത്തിൽ ഒരു 20 വർഷത്തെ ബാക്ക്ഗ്രൗണ്ടും ഒരു 25,000-ഓളം കസ്റ്റമേഴ്സിൻ്റെ സക്സസ്ഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ കൂടുതൽ ബിസിനസ് ഇപ്പോൾ വരുന്ന റെഫറൽസ് എന്നായിരിക്കുമല്ലോ? ശരിക്കും റെഫറൽസിൽ നിന്ന് ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവരുടെ ബിസിനസ് ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു വളരെ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയാണ് തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെയിൽസ്, HR, അഡ്മിന് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ പ്രോപ്പർലി പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സിസ്റ്റം പ്രോസസ്സും കറക്റ്റായിട്ട് നടക്കുന്ന ഒരു ഓഫീസാണ് നമ്മുടേത്.